2022 അഫ്ഗാനിസ്ഥാൻ യാത്ര തൊട്ട് ഈ കഴിഞ്ഞ ആമസോൺ യാത്ര വരെ നോക്കുകയാണെങ്കിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചു. എനിക്കൊന്ന് സുഡാനിലെ കുറച്ച് അനുഭവങ്ങൾ ഞാൻ യുദ്ധസമയത്ത് ബട്ട് ഇപ്പോൾ ലാസ്റ്റ് പെട്ടെന്ന് നോക്കുമ്പോൾ ആമസോണിലെ ഒരു അനുഭവം എനിക്ക് തോന്നുന്നു അത് വളരെ മിറാക്കുലസ് ആയിട്ട് ഞാൻ യെസ് ഇറ്റ് വാസ് എ മിറാക്കിൾ. അത് ഞാൻ ആക്സിഡൻറ്റ് വന്നിട്ട് ഞാൻ കുറച്ച് ദിവസം ഓഫ്ലൈനായിരുന്നു, കാരണം എൻ്റെ ഫോണില്ലായിരുന്നു, എൻ്റെ ക്യാമറാസ് എല്ലാം പോയായിരുന്നു. അപ്പം ഇതിന് ഉള്ള സമയത്ത് ഞാൻ ഒന്നും പോസ്റ്റ് ചെയ്തില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഒരു എന്താ പറയുക, ആമസോൺ എന്ന് പറയുമ്പോൾ ഇതാരും ചെയ്തിട്ടില്ലല്ലോ, അത് എനിക്കും അറിയാമല്ലോ, ഇത്രയും വലിയൊരു സംഭവം സെറ്റപ്പ് ആണെന്ന് അറിയാമല്ലോ. അപ്പം ഞാനൊരു ഷെഡ്യൂൾഡ് പോസ്റ്റ് ഇട്ടു, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ആക്സിഡൻറ്റ് നടന്നു, ആ സമയത്ത് ഞാൻ ഇതെല്ലാം പോയി, ഫോണൊന്നും ഇല്ല, അപ്പം ഞാൻ ഓൺലൈനിലില്ല. അപ്പോൾ ഈ ആക്സിഡൻറ്റ് നടന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഷെഡ്യൂൾഡ് പോസ്റ്റ് വന്നു. അപ്പോൾ പിന്നെ ആളുകൾക്ക് കൂടുതൽ ഭീതി വന്നു, പിന്നെ വീണ്ടും കാണാനില്ല. അപ്പോൾ പിന്നെ ചില ആളുകൾക്ക് എന്താ പറയുക, ഞാൻ മനഃപൂർവ്വമാണ് ധൈര്യം പണ്ടോട്ടേ ഉണ്ട്, ബട്ട് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ധൈര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ ചെയ്യാത്തത്. ഞാൻ ആമസോൺ ഭാഗത്ത് എത്തിയിട്ട് ഒരു മാസം ഏകദേശം ആയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പം അപ്രതീക്ഷമായിട്ട് ഈ 2 പേരെ ഒരാളെ കണ്ടു. അപ്പം ഞാനിങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എക്വഡോർ എന്ന് പറയുന്ന രാജ്യത്ത് പോവേണ്ടതാണ്, അപ്പോൾ ബോർഡറിലാണ് നിൽക്കുന്നത്. അപ്പോൾ എക്വഡോറിൽ നിന്ന് പെറുവിലോട്ട് വന്ന ഒരു പയ്യനെ ഞാൻ കണ്ടെത്തി, നെതർലാൻഡുകാരൻ. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, നീ എൻ്റെ കൂടെ വരുന്നോ? അപ്പോൾ അവന് വലിയ ഡൗട്ടാണ്, അൺഷുവറാണ്. അപ്പോൾ പിന്നെ വേറൊരു എക്വഡോറുകാരൻ വന്നു. ഞാൻ ഇവരെ 2 പേരെ ഇങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കൺവിൻസ് ചെയ്ത് അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഓക്കെ പറഞ്ഞപ്പോൾ ഞാൻ എക്വഡോർ പോയി തിരിച്ചു വന്നു. ഞാൻ പിന്നെ ഇവരുമായിട്ട് ഇതുണ്ടാക്കാൻ തുടങ്ങി. ഇത് എനിക്ക് മുന്നേ പോകണമെന്നുണ്ട്, ബട്ട് ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമല്ല. കാരണം പ്രധാനമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഭയക്കുന്ന 2 കാര്യങ്ങൾ, ഒന്ന് പാമ്പ്, ഒന്ന് വെള്ളമാണ്. ഈ 2 ഉള്ള സ്ഥലത്തൂടെയാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ ഒരാൾ കൂടെ കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്, മനോധൈര്യം. അപ്പം അതിൻ്റെ പേരിൽ പിന്നെ ഞാൻ യാത്രയ്ക്ക് ഇറങ്ങിയതാണ്. അല്ല, ഇപ്പം സോഷ്യൽ മീഡിയയിൽ വിട്ട് മാറി നിൽക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് 20 ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. ഞാൻ ബ്രസീലിലായിരുന്നപ്പോഴേ അങ്ങനെ വീഡിയോസ് എടുക്കാറില്ലായിരുന്നു. പിന്നെ നാട്ടിൽ വന്ന് 10 ദിവസം കഴിഞ്ഞു, 10 ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. പിന്നെ ഇന്നാണ് ഞാൻ കയറി നോക്കിയത്, വരുമാനമല്ല. അപ്പോൾ ഒന്ന് ടെൻഷനായി. നോക്കാതെ ഇരിക്കുമ്പോൾ പ്രശ്നമല്ല, നോക്കുമ്പോഴേ ഉള്ളൂ പ്രശ്നം. അല്ല, എപ്പോഴും എന്താ പറയുക, കേരളം വരുമ്പോൾ കേരളത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ നാടായതുകൊണ്ടല്ല, സ്വാഭാവികമായിട്ടും നമ്മൾ ജീവിക്കുന്ന നാടിന് അതിൻ്റേതായിട്ടുള്ള ഒരു സൗന്ദര്യമുണ്ട്. കേരളം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സൗന്ദര്യമാണ്. കയറി വരുമ്പോൾ തന്നെ ഫുള്ള് ഗ്രീനറി ഉള്ളത്. ട്രോപ്പിക്കൽ നാട് കേരളം മാത്രമല്ല, പല രാജ്യങ്ങളിലും നമുക്ക് ട്രോപ്പിക്കൽ വെതറും ക്ലൈമറ്റും അല്ലെങ്കിൽ ആ ഒരു ജോഗ്രഫിക്കലായിട്ടുള്ള ഇതൊക്കെ കാണാൻ സാധിക്കും. ബട്ട് സ്റ്റിൽ കേരളത്തിലെത്തുമ്പോൾ വേറൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ആ ചൂടൊന്ന് കുറഞ്ഞാൽ ഒരു രസമായിരുന്നു. എമാ ജർമ്മനിയുടെ ഒരു പില്ലോ സമ്മാനമായിട്ട് തരാൻ ആഗ്രഹിക്കുന്നു. നന്നായിട്ട് കിടന്നുറങ്ങിക്കോളൂ. ക്ഷീണം യാത്രയിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ വീട്ടിൽ എന്തായാലും കൊണ്ടുപോകും കേട്ടോ. താങ്ക് യു അമ്മ. ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. ഒരു സഞ്ചാരിയിൽ നിന്ന് ഇപ്പോൾ ഒരു സാഹസിക സഞ്ചാരിയായി മാറിയ മാഹീനാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സോറി കേട്ടോ, എനിക്ക് കുറേ നാൾക്ക് ശേഷം ഈ ക്യാമറയുടെ മുന്നിൽ വരുന്നത്. സോറി. ശരിക്കും എപ്പോഴും ചെറിയ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് ഇപ്പൊ ക്യാമറ ഇന്റർവ്യൂ കുറേ നാൾക്ക് നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ ഈ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസയല്ല, നമുക്ക് പാഷനാണ് വേണമെന്ന് പഠിപ്പിച്ച ആള്, ഇപ്പൊ ലോകം മുഴുവൻ തറവാടാക്കി മാറ്റിയ ആള്. ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ല, ഒരുപാട് കമന്റ്സ് മാഹിന്റെ വീഡിയോസ് കണ്ട ആളുകൾ പറഞ്ഞതാണ്. ഇപ്പൊ 9 വർഷത്തെ ഒരു യാത്ര, ഈ 9 വർഷത്തെ യാത്രയിൽ മാഹിൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ ഞങ്ങളെ കാണുന്ന പ്രേക്ഷകരെയും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും 9 വർഷത്തെ യാത്രയിൽ എന്തൊക്കെ മാറ്റങ്ങൾ മാഹിന് സംഭവിച്ചിട്ടുണ്ട്? എനിക്ക് ഏതൊക്കെ ഒന്നൊന്നായിട്ട് എടുത്തു പറയണമെന്നറിയില്ല. ബട്ട് എന്നിരുന്നാലും ഒരു സാധാരണക്കാരനെ പോലെ എന്താ പറയുക, പുറം ലോകവുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള സംസ്കാരങ്ങളിലോട്ടും മറ്റുള്ള ഒരു പെർസ്പെക്റ്റീവിലൊക്കെ യാത്ര ചെയ്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു സിറ്റുവേഷനെ തന്നെ പല രൂപത്തിൽ നമുക്ക് കാണാനും വിലയിരുത്താനും അതിലേതാണ് ബെസ്റ്റാണെന്ന് നോക്കി ആ ഒരു ലൈഫിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് വലിയൊരു ജീവിതത്തിന് കിട്ടിയ വലിയൊരു മാറ്റം. അതെ, ഇത്രയും രാജ്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് വന്നതിന് ശേഷം തിരിച്ച് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ കേരളത്തിൽ എത്തുമ്പോഴത്തേക്കുള്ള ഒരു ചേഞ്ച് എന്താ തോന്നുന്നത്?
അല്ല എപ്പോഴും എന്താ പറയാ, കേരളം വരുമ്പോൾ കേരളത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. അതിന്റെ കാരണം നമ്മുടെ നാടായതുകൊണ്ടല്ല, സ്വാഭാവികമായിട്ടും നമ്മൾ ജീവിക്കുന്ന നാടിന് അതിൻ്റെതായിട്ടുള്ള ഒരു സൗന്ദര്യമുണ്ട്. ബട്ട് കേരളം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സൗന്ദര്യമാണ്. കയറി വരുമ്പോൾ തന്നെ ഫുള്ള് ഗ്രീനറി ഉള്ളത്. ട്രോപ്പിക്കൽ നാട് കേരളം മാത്രമല്ല, പല രാജ്യങ്ങളിലും നമുക്ക് ട്രോപ്പിക്കൽ വെതറും ക്ലൈമറ്റും അല്ലെങ്കിൽ ആ ഒരു ജോഗ്രഫിക്കലായിട്ടുള്ള ഇതൊക്കെ കാണാൻ സാധിക്കും. ബട്ട് സ്റ്റിൽ കേരളത്തിലെത്തുമ്പോൾ വേറൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ആ ചൂടൊന്ന് കുറഞ്ഞാൽ അത് രസമായിരുന്നു. അത് നമുക്ക് ടീഷർട്ടിൽ കാണാൻ പറ്റൂട്ടോ കേരളത്തിൽ കാണുമ്പോൾ തന്നെ കണ്ടില്ലേ, പച്ചപ്പ്, ഹരിതാപകരം, അതൊക്കെ. ഇപ്പൊ നമ്മളൊരു രാജ്യത്ത് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ആരെയും പരിചയമില്ല. ഇപ്പൊ നമ്മൾ സോളോ ട്രിപ്പ് പോവാണെങ്കിൽ ഒരാളെയും നമുക്ക് അറിയില്ല. പക്ഷേ ചിലപ്പോൾ ഒരു ലിഫ്റ്റ് ചോദിച്ച് അവരോട് സംസാരിച്ചിട്ടായിരിക്കും, ഇടപെട്ടിട്ടായിരിക്കും, കമ്പനി ആയിട്ടായിരിക്കും അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും ഭക്ഷണം തരുന്നതും താമസ സൗകര്യമൊക്കെ തരുന്നത്. ഇത്രയും പെട്ടെന്ന് ഒരാളായിട്ട് എങ്ങനെയാ കണക്ട് ആവണേ? അല്ല, ബേസിക് നമ്മൾ ഒരു അപരിചിതർ നമ്മളെ കാണുമ്പോൾ പ്രധാനമായിട്ടും അവർക്കുണ്ടാവുന്ന ഒരു ഇതെന്ന് പറയുമ്പോൾ പേടി. നമ്മൾ പൊതുവെ ഒരു അപരിചിതരെ കാണുമ്പോൾ അപ്പോൾ നമ്മൾ ആ പേടി മാറാൻ എങ്ങനെ അവരുടെ അടുത്ത് സംസാരിക്കണം, ഇടപഴകണം എന്ന് ചിന്തിച്ച് അതുപോലെ ഒന്ന് ഇടപഴകിയാൽ മതി. അപ്പോൾ പിന്നെ എല്ലാം ഈസിയാണ്. ഒരാൾക്ക് നമ്മളടുത്ത് ഡൗട്ടോ പേടിയോ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്താണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ അവരൊന്നും ചിന്തിക്കില്ല. ഓക്കെ, എനിക്ക് പേടിയില്ല, പുള്ളിക്കാരനെ കണ്ടിട്ട് വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നില്ല, ദെൻ അവർ ഡയറക്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് കൂടെ ചിലവഴിക്കണമെന്ന് തോന്നിയാൽ ചിലപ്പോൾ അവർ ചിലവഴിക്കും. അപ്പോൾ അങ്ങനെ നമ്മളെങ്ങനെ അവരുടെ അടുത്ത് ഇടപഴകും എന്നാണ് ബാക്കിയുള്ള സമയത്തിന് എന്താ പറയുക നിശ്ചയിക്കുന്നത്. ഈ ഫ്രണ്ട്ലി അല്ലാത്ത ആളുകൾ ഉണ്ടാവില്ലേ? ഓരോ രാജ്യം ഓരോ തരത്തിലെ ആളുകളാണല്ലോ. ഒട്ടും ഫ്രണ്ട്ലി അല്ലാത്ത ആളുകൾ തോന്നിയിട്ടുള്ളത് എവിടെയായിരിക്കും? അയ്യോ, ഒട്ടും ഫ്രണ്ട്ലി അല്ലാത്തത് പെട്ടെന്ന് എനിക്ക് ലാസ്റ്റ് ഒരു ഇതിൽ പറഞ്ഞ പോലെ ക്യാമറ ഫ്രണ്ട്ലി അല്ലാത്തത് ആഫ്രിക്കൻസ് ആണ്. ആഫ്രിക്കൻസ് എന്ന് പറയുമ്പം ഒരു ഏകദേശം 54 രാജ്യം ഉണ്ടെങ്കിലും അതിൽ ഒരു പകുതിയിൽ കൂടുതൽ രാജ്യങ്ങളിലുള്ള ആളുകളും ക്യാമറ ഫ്രണ്ട്ലി അല്ല. ബട്ട് അവർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ക്യാമറ ഫ്രണ്ട്ലിയിൽ ഇവരായിരിക്കും. ഫ്രണ്ട്ലി അല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ വളരെ വെൽക്കമിങ് അല്ലാത്ത ആളുകൾ, ഫ്രണ്ട്ലി അല്ല എന്ന് പറയാൻ പറ്റില്ല, വളരെ വെൽക്കമിങ് അല്ലാത്തത് പാശ്ചാത്യരാണ്. അതിപ്പോൾ യൂറോപ്യൻസ് അല്ലെങ്കിൽ നോർത്ത് അമേരിക്കയിൽ ഞാൻ പോയിട്ടുള്ള നോർത്ത് അമേരിക്കയിൽ കാനഡ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ USA ഞാൻ അങ്ങനെ അധികം കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്ത മലയാളികളോടെ തന്നെയാണ്. ബട്ട് എനിക്ക് തോന്നുന്നു യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും അധികം വെൽക്കമിങ് അല്ല. ബട്ട് ദേ ആർ ഫ്രണ്ട്ലി. ആളുകൾക്ക് എപ്പോഴും ഫ്രണ്ട്ലി ആവും. ബട്ട് വെൽക്കമിങ് ആവണമെന്നുള്ളത് അവരുടെ ഒരു നേച്ചർ അനുസരിച്ചിട്ടിരിക്കും. വെൽക്കമിങ് ആയിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ എനിക്കൊന്നു പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തന്നെയാണ് ലോകത്തിലെ വൺ ഓഫ് ദ വെൽക്കമിങ്. അത് കൂടിപ്പോയ കുറച്ച് രാജ്യങ്ങൾ. അപ്പോൾ എനിക്കൊന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, പിന്നെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ, അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ. എനിക്കൊന്ന് എല്ലാ ഈ രാജ്യത്തിൽ പോകുമ്പോൾ അമ്മമാരെ കിട്ടും. ഭയങ്കര ഒരു കണക്റ്റഡ് ആവുന്ന, ഓർമ്മിക്കുന്ന കുറെ മൊമെന്റ്സ് ഉണ്ടാവാറുണ്ട്. അതൊരു സത്യത്തിൽ കുറെ എക്സ്പീരിയൻസ് തന്നെയാണല്ലോ അമ്മമാരിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ നാട്ടിൽ എവിടെ പോയാലും, നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി പോയാലും ട്രെയിനിൽ ഒരു അമ്മയെ കാണുവാണെങ്കിൽ അവർ വിളിക്കുന്നത് മകനെ എന്നാണ്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നിട്ട് എനിക്ക് എപ്പോഴും പുറത്തു പോകുമ്പോഴും എനിക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നതും പിന്നെ സാംസ്കാരികമായിട്ട് നമുക്ക് എന്തെങ്കിലും അനുഭവം കിട്ടണമെങ്കിലും ഈ അമ്മമാരിൽ നിന്ന് അല്ലെങ്കിൽ സ്ത്രീകളിൽ നിന്ന് ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ് കൂടുതൽ സംസ്കാരം കിട്ടുന്നത്, ഒരു ബാച്ചിലർ ബോയേക്കായിട്ട്. അപ്പോൾ ഇങ്ങനെ ഫാമിലി ആയിട്ടുള്ള ആളുകളോട് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അവിടെ എത്തുന്നതും. പിന്നെ അവരിൽ നിന്ന് കിട്ടുന്ന സ്നേഹം എന്ന് പറയുമ്പോൾ എപ്പോഴും അമ്മമാരിൽ നിന്ന് കിട്ടുന്ന സ്നേഹം എന്ന് പറയുമ്പോൾ എപ്പോഴും പ്യുവർ ആയിരിക്കും. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് കൂടുതൽ. ഇതിപ്പം തിരിച്ച് നമ്മൾ അതേ സ്ഥലത്ത് പോകണം, അവരെ ഒന്നും കൂടെ കാണണം എന്നത് കൂടി ഉണ്ടാവില്ലേ? അവർ കാത്തിരിക്കുന്നുണ്ടാവും. അല്ല, ഞാൻ അങ്ങനെ പോവാറുണ്ട്, ഇനിയും പോവും തീർച്ചയായിട്ടും. ഈ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഓരോ രാജ്യത്തും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അതാണ് ഒരു പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയണേ. ഇപ്പൊ 2022 അഫ്ഗാനിസ്ഥാൻ യാത്ര തൊട്ട് ഈ കഴിഞ്ഞ ആമസോൺ യാത്ര വരെ നോക്കുകയാണെങ്കിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചു. അതിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. എവിടെയൊക്കെ ലക്ക്, ആരുടെയൊക്കെ പ്രാർത്ഥന കൂടിയുള്ള പോലെ തോന്നിയിട്ടുണ്ടോ? ഞാനിപ്പോ ഈ നാട്ടിൽ വന്നപ്പോഴും എനിക്ക് തോന്നിയൊരു സംഭവമാണ്. ആരുടെയൊക്കെ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ പറയാം. ആ പ്രാർത്ഥനകളായിരിക്കാം എനിക്ക് പോസിറ്റിവിറ്റി ആയിട്ട് വന്ന് എന്താ പറയുക, ഇങ്ങനെ നമ്മൾ മരണം കണ്ട്, ആ ഒരു ഡയലോഗ് പറയില്ല, മരണം കണ്ട് തിരിച്ചു, അതെ, ആ ഒരു നിമിഷം വന്നിട്ട് എനിക്ക് തിരിച്ചു പോയത്. കാരണം അത് എനിക്ക് തോന്നുന്നു പല ആളുകളെയും പ്രാർത്ഥനകളാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയുമ്പോൾ നാട്ടിൽ വരുമ്പോഴാണല്ലോ സാധാരണയായിട്ട് നാട്ടിലെ ആളുകളെ കാണുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ യാത്ര ചെയ്യുകയാണല്ലോ. അപ്പം നാട്ടിൽ വരുമ്പോഴാണ് ഈ കല്യാണത്തിനൊക്കെ ഞാൻ നാട്ടിൽ പൊതുവെ ഇപ്പം വരുന്നത്
ഞാൻ അധികം വരാറില്ല. വരുന്നത് നാട്ടിൽ എന്തെങ്കിലും കല്യാണം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ എൻ്റെ കസിൻസിൻ്റെ കല്യാണം അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ വരുമ്പോൾ പ്രായമായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ ഈ കല്യാണത്തിന് ഇങ്ങനെ ഫാമിലി ഫംഗ്ഷനൊക്കെ. അപ്പോൾ ഓരോ അപരിചിതരായിട്ടുള്ള സ്ത്രീകൾ, അതായത് പ്രായമായിട്ടുള്ള അമ്മമാരും ഉമ്മമാരൊക്കെ വന്നിട്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ പറയും. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ പ്രായമായിട്ടുള്ള പല ആളുകളെയും, പല ഇന്നസെൻ്റ് ആയിട്ടുള്ള എന്നെ വീഡിയോ കണ്ട് സ്നേഹിക്കുന്ന പല ആളുകളുടെയും പ്രാർത്ഥനകളുണ്ട്. അപ്പം ഞാൻ വിശ്വസിക്കുന്നു, ചിലപ്പോൾ തെറ്റായിരിക്കാം, ബട്ട് ഇവരുടെയൊക്കെ പ്രാർത്ഥനകളായിരിക്കണം എൻ്റെ കുറേ പല നിമിഷങ്ങളും പെട്ടെന്ന് ഇങ്ങനെ മരിച്ചു പോകേണ്ട നിമിഷങ്ങൾ പെട്ടെന്ന് മരിക്കാതെ പോയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്ര അപകടങ്ങൾ സംഭവിച്ചിട്ട് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തത് ഒരു മൊമെന്റ് ഉണ്ടോ? തിരിച്ച് ഞാൻ വന്നു. അല്ല, കുറേ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊന്ന് സുഡാനിലെ കുറച്ച് അനുഭവങ്ങൾ ഞാൻ യുദ്ധസമയത്ത്, ബട്ട് ഇപ്പോൾ ലാസ്റ്റ് പെട്ടെന്ന് നോക്കുമ്പോൾ ആമസോണിലെ ഒരു അനുഭവം എനിക്ക് തോന്നുന്നു അത് വളരെ മിറാക്കുലസ് ആയിട്ട് ഞാൻ യെസ് ഇറ്റ് വാസ് എ മിറാക്കുലസ്. എനിക്ക് തോന്നുന്നു ആമസോണിന്റെ വാർത്ത വരുന്ന സമയത്ത് ഒരു 1 month മുമ്പാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണാനില്ല എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ആദ്യം വരുന്നത്. പിന്നെ ഒരുപാട് യൂട്യൂബ് വീഡിയോസിൽ കണ്ടു ഇതൊരു ഫേക്ക് ന്യൂസ് ആണ്, റീച്ചിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. ശരിക്കും അതിന്റെ സത്യാവസ്ഥ എന്തായിരുന്നു ആമസോണിൽ? AI വെച്ച് എല്ലാം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എൻ്റെ തകർന്നതിന് ബോട്ട്, അതിൻ്റെ പിക്ചേഴ്സ് അല്ലെങ്കിൽ വീഡിയോസ് AI ആണെന്ന് വാദിക്കാം. ബട്ട് അങ്ങനെയല്ല അധികം ആളുകളുടെ ഇതായിരുന്നത്. പ്ലാൻഡ് ആണോ, എന്താണ് ശരിക്കും സംഭവിച്ചത്? അത് ഞാൻ ആക്സിഡൻറ്റ് വന്നിട്ട് ഞാൻ കുറച്ച് ദിവസം ഓഫ്ലൈനായിരുന്നു. കാരണം എൻ്റെ ഫോണില്ലായിരുന്നു, എൻ്റെ ക്യാമറാസ് എല്ലാം പോയായിരുന്നു. അപ്പം ഇതിന് ഉള്ള സമയത്ത് ഞാൻ ഒന്നും പോസ്റ്റ് ചെയ്തില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഒരു എന്താ പറയുക, ആമസോൺ എന്ന് പറയുമ്പോൾ ഇതാരും ചെയ്തിട്ടില്ലല്ലോ, അതെനിക്കും അറിയാമല്ലോ, ഇത്രയും വലിയൊരു സംഭവം സെറ്റപ്പ് ആണെന്ന് അറിയാലോ. അപ്പൊ ഞാനൊരു ഷെഡ്യൂൾഡ് പോസ്റ്റ് ഇട്ടു, മനസ്സിലായില്ലേ? അപ്പൊ ഇത് ആക്സിഡന്റ് നടന്നു. ആ സമയത്ത് ഞാൻ ഇതെല്ലാം പോയി, ഫോണൊന്നും ഇല്ല, അപ്പൊ ഞാൻ ഓൺലൈനിലില്ല. അപ്പൊ ഈ ആക്സിഡന്റ് നടന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഷെഡ്യൂൾഡ് പോസ്റ്റ് വന്നു. അപ്പൊ പിന്നെ ആളുകൾക്ക് കൂടുതൽ ഭീതി വന്നു, പിന്നെ വീണ്ടും കാണാനില്ല. അപ്പൊ പിന്നെ ചില ആളുകൾക്ക് എന്താ പറയാ, ഞാൻ മനഃപൂർവ്വമാണെന്ന് തോന്നി, ചില ആളുകൾ അല്ലാതെ. അപ്പം അങ്ങനെ കാരണം ഇപ്പൊ നമ്മുടെ നാട്ടില് ഏതൊരു സൂപ്പർ ശരണ്യോ ഏതോ ഒരു പെൺകുട്ടി മലയിൽ പോയിട്ട് കാണാതെ പോയല്ലോ, കാണാതെ പോയി വന്നു. ഇപ്പൊ പുള്ളിക്കാരി സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇല്ല, പുള്ളിക്കാരിക്ക് ആകെ ഉള്ളത് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. അപ്പൊ പുള്ളിക്കാരിക്കെതിരെ ഇങ്ങനെ സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പുള്ളിക്കാരി ഫെയിമിന് വേണ്ടിയാണ്, ബട്ട് സ്റ്റിൽ പുള്ളിക്കാരി വേറെ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയല്ല. അപ്പം എനിക്ക് വന്നത് വളരെ സാധാരണമാണ്. ഇത്രയും സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്നു, അപ്പം ഞാനിത് ഫേക്കാണെന്ന് അല്ല ഫെയിമിന് വേണ്ടിയാണെന്ന് പറയുന്നത് എനിക്കൊന്ന് അത് സാധാരണമാണ് ഈ കാണുന്ന നാട്ടിൽ. അതെ, എനിക്കൊന്ന് കമന്റ്സ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ചത്, ഇത്രയും ട്രാവൽ ചെയ്ത എക്സ്പീരിയൻസ് ഒരാള് ഈ ആമസോണിലെ ഈ ഒരു വലിയൊരു നദിയിൽ വഞ്ചി ഉണ്ടാക്കി യാത്ര ചെയ്യാനുള്ള ഒരു ധൈര്യം, അതെന്തുകൊണ്ടാ? ധൈര്യം പണ്ടോട്ടേ ഉണ്ട്, ബട്ട് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ധൈര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ ചെയ്യാത്തത്. ഞാൻ ആമസോൺ ഭാഗത്ത് എത്തിയിട്ട് ഒരു മാസം ഏകദേശം ആയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പൊ അപ്രതീക്ഷമായിട്ട് ഈ 2 പേരെ കണ്ടു, ഒരാളെ കണ്ടു. അപ്പൊ ഞാനിങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എക്വഡോർ എന്ന് പറയുന്ന രാജ്യത്ത് പോവേണ്ടതാണ്. അപ്പൊ ബോർഡറിലാണ് നിൽക്കുന്നത്. അപ്പൊ എക്വഡോറിൽ നിന്ന് പെറുവിലോട്ട് വന്ന ഒരു പയ്യനെ ഞാൻ കണ്ടെത്തി, നെതർലാൻഡുകാരൻ. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, നീ എൻ്റെ കൂടെ വരുന്നോ? അപ്പോൾ അവന് വലിയ ഡൗട്ടാണ്, അൺഷുവറാണ്. അപ്പോൾ പിന്നെ വേറൊരു എക്വഡോറുകാരൻ വന്നു. പിന്നെ ഇവരെ 2 പേരെ ഇങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കൺവിൻസ് ചെയ്ത് അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഓക്കെ പറഞ്ഞപ്പോൾ ഞാൻ എക്വഡോർ പോയി തിരിച്ചു വന്നു. ഞാൻ പിന്നെ ഇവരുമായിട്ട് ഇതുണ്ടാക്കാൻ തുടങ്ങി. ഇത് എനിക്ക് മുന്നേ പോകണമെന്നുണ്ട്, ബട്ട് ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമല്ല. കാരണം പ്രധാനമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഭയക്കുന്ന 2 കാര്യങ്ങൾ, ഒന്ന് പാമ്പ്, ഒന്ന് വെള്ളമാണ്. ഈ 2 ഉള്ള സ്ഥലത്തൂടെയാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ ഒരാൾ കൂടെ കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്, മനോധൈര്യം. അപ്പൊ അതിന്റെ പേരിൽ പിന്നെ ഞാൻ യാത്രക്ക് ഇറങ്ങിയതാണ്. ഈ ആമസോൺ ഉൾക്കാടുകൾ എന്ന് പറഞ്ഞാൽ ഇന്നും ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉള്ളതാ, ശരിക്കും എന്താണ്, എപ്പോഴെങ്കിലും 1 time പോകണം. ഈ ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടായിരുന്നു. അവിടെ എത്തിയ സമയത്ത് നമ്മൾ മനസ്സിൽ വിചാരിച്ചതും റിയാലിറ്റിയും എങ്ങനെയാ തോന്നിയിട്ടുള്ളത്? ഇന്റീരിയറിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ട്. ബട്ട് നമ്മൾ മലയാളി, നമ്മൾ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ നിന്ന് പോകുന്ന ഒരു വ്യക്തിക്ക് ആമസോൺ കാട് പെട്ടെന്ന് കാണുമ്പോൾ ഒമ്പൂന്ന് പറഞ്ഞ് ഉള്ള ചിന്തയൊന്നും വരില്ല. ഇപ്പം ഒരു യൂറോപ്പ് എന്ന് പറയുന്ന രാജ്യത്തു നിന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഡെസേർട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും നോർത്ത് ആഫ്രിക്കൻസോ അല്ലെങ്കിൽ നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് പോവുകയാണ്, ആമസോൺ കാണുമ്പോൾ അവർക്കൊരു കുളിർമയും അല്ലെങ്കിൽ ഓന്നൊക്കെ തോന്നും. ട്രോപ്പിക്കലിൽ നിന്ന് പോകുന്ന ഒരു മലയാളിക്ക് ആമസോൺ പോയിട്ട് ഭയങ്കര
അമ്പരക്കാനൊന്നുമില്ല. അതേസമയം അമ്പരക്കാനുള്ളതുണ്ട് ചില പ്രത്യേകമായിട്ടുള്ള പാമ്പുകൾ, പ്രത്യേകമായിട്ടുള്ള ചില എന്താ പറയുക ജീവികൾ, അല്ലെങ്കിൽ പിന്നെ വളരെ ഇൻറ്റീരിയർ ആയിട്ട് പോകുമ്പോൾ ഈ ട്രൈബൽസിൻ്റെ കൂടെയൊക്കെ അവിടുത്തെ ഇൻഡീജിയനസ് ആയിട്ട്, ട്രൈബൽസ് എന്ന് പറയുന്നതിനെക്കാട്ടി അവർ ഇൻഡീജിയനസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻഡീജിയനസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൻ്റെ കൂടെ പോയിട്ട് അവരുടെ എക്സ്പീരിയൻസ് അതാണ് നമുക്ക് വൗവെന്നാക്കുന്നത്. അല്ല ജോഗ്രഫിക്കലായിട്ട് ആമസോൺ റെയിൻ ഫോറസ്റ്റ് നമ്മുടെ ഇവിടെ ഉള്ള വെസ്റ്റേൺ ഗട്ട്സും വ്യത്യാസം ഇല്ല എന്നല്ല, വളരെ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും നമുക്ക് പെട്ടെന്ന് വൗവാക്കില്ല. അതേസമയം അവിടെ ഉള്ള ആളുകൾ, മറ്റു ജീവിത രീതി, അതൊക്കെയാണ് നമുക്ക് കൂടുതൽ എന്താ പറയുക ഒരു വൗവാക്കുന്നത്. ഇപ്പൊ ഒരു അപകടം സംഭവിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഏത് രാജ്യത്താ? എനിക്കൊന്നും അപകടം വരുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ എല്ലാവരും കാണും, ലോകത്തെല്ലായിടത്തും. അതിപ്പോൾ ഞാൻ പറഞ്ഞു വളരെ വെൽക്കമിങ് അല്ലാത്ത യൂറോപ്യൻസും കാണും. ബട്ട് എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു കൂടുതൽ വെൽക്കമിങ് ആയിട്ടുള്ള ആളുകളാണല്ലോ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതും. അപ്പം എനിക്ക് തോന്നുന്നു പശ്ചിമേഷ്യൻ ആളുകളായിരിക്കണം കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നത്. ഇപ്പം ആഫ്രിക്ക പോലത്തെ ഒരു രാജ്യം നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും മനസ്സിൽ കൊച്ചുനാൾ മുതലുള്ള പട്ടിണി, ദാരിദ്ര്യം, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. നേരിട്ട് ചെന്ന് കണ്ട സമയത്ത് തന്നെയാണോ, എന്തായിരുന്നു അവിടുത്തെ ശരിക്കുള്ള ആഫ്രിക്ക എങ്ങനെയാണ്? അല്ല, ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പട്ടിണി ദാരിദ്ര്യം ഉണ്ട്. ആഫ്രിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡം. ബട്ട് ആഫ്രിക്ക എന്ന് പറയുന്ന എൻ്റെ മനസ്സിലുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ് എന്നല്ല, കൂടുതൽ എന്തെന്ന് പറയുമ്പോൾ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള മനുഷ്യർ. അപ്പം 54 രാജ്യത്തിലുള്ള എല്ലാവരും കറുത്ത വർഗ്ഗക്കാരല്ല. ഇപ്പം നോർത്ത് ആഫ്രിക്കൻ റീജിയനിൽ, സഹേൽ റീജിയന്, മഗ്രിബ് റീജിയനിലൊക്കെ വരുന്ന ആളുകൾ വെളുത്ത ആൾക്കാരാണ്. അപ്പം ആ ഒരു ഇത് മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഇപ്പം പിന്നെ പല ആളുകളും വിചാരിക്കുന്നുണ്ട് അതായത് പട്ടിണിപ്പാവങ്ങളുടെ നാട്. നമ്മൾ ഈജിപ്തിൽ പോയാൽ, കെയ്റോ പോയാൽ പട്ടിണിപ്പാവങ്ങളുടെ സ്ഥലമായിട്ട് നമുക്ക് തോന്നില്ല. നമ്മുടെ ഡൽഹിയുമായിട്ട് സാമ്യമുള്ള ഒരു ഓൾഡ് ഡൽഹിയുടെ ഒരു വൈബാണ്. അതേസമയം സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗൺ, അല്ലെങ്കിൽ ഇപ്പോൾ മൊറോക്കോയുടെ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ എത്യോപ്യയുടെ ക്യാപിറ്റൽ അഡിസ് അബാബ, കെനിയയുടെ ക്യാപിറ്റൽ നെയ്റോബി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ നമ്മളെക്കാട്ടി അമ്പരപ്പിക്കുന്ന, മുംബൈയെക്കാട്ടി അമ്പരചുംബികളായിട്ടുള്ള ബിൽഡിങ്ങുകളുള്ള നഗരങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പട്ടിണിയുണ്ട് നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിലും പട്ടിണിയുണ്ട്. അതേപോലെ ആഫ്രിക്ക ഭൂഖണ്ഡത്തിലെ പല രാജ്യങ്ങളിലും പട്ടിണിയുണ്ട്. അതിനോടൊപ്പം തന്നെ ഡെവലപ്മെന്റ്സ് ഉണ്ട്. ബട്ട് എന്നിരുന്നാലും പട്ടിണി ധാരാളം ഉള്ളതുകൊണ്ടായിരിക്കണം അത് നമ്മളെ എന്താ പറയുക കൂടുതലായിട്ട് ഇപ്പം ഇന്ത്യയിൽ സ്ട്രീറ്റ് ഫുഡ് വിൽക്കുന്ന, ഇങ്ങനത്തെ മോശം ഫുഡ് വിൽക്കുന്ന എല്ലായിടത്തും ഇല്ലല്ലോ. അത് മറ്റുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലായതുകൊണ്ടാണ് അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെയാണ് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ. ഈ മുൻധാരണകൾ തെറ്റിച്ച രാജ്യങ്ങളുണ്ടോ? ഇതുപോലെ നമ്മൾ മനസ്സിലൊന്ന് വിചാരിക്കും, എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം. അങ്ങനെ തോന്നിയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെ? അതെനിക്ക് തോന്നുന്നു മെയിൻ അഫ്ഗാനിസ്ഥാനാണ്. മുൻധാരണകളെ തെറ്റിപ്പിച്ച രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. അതെ. എന്തുകൊണ്ടായിരുന്നു? എനിക്കൊന്നും നമ്മൾ വിചാരിക്കുന്ന ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളുണ്ടല്ലോ ഒരു രാജ്യത്തിനെതിരെ, അവിടുത്തെ ആളുകൾക്കെതിരെ, അവിടുത്തെ പല സംഭവങ്ങൾക്കെതിരെ. അപ്പം അവിടെ പോയിട്ട് ഉണ്ടായത് അങ്ങനെയല്ലായിരുന്നു. ഞാൻ ചിന്തിച്ചതിന് ഉപരി വ്യത്യസ്തമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അഫ്ഗാനിസ്ഥാൻ വലിയൊരു ഓപ്ഷൻ, വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ഏതെങ്കിലും രാജ്യം അങ്ങനെ? വേറെ രാഷ്ട്രം ഇപ്പം ഇതുപോലെ ഇപ്പോൾ ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ, പല ആഫ്രിക്കൻ രാഷ്ട്രങ്ങളും നമ്മൾ വിചാരിക്കുന്നത് അവിടെ ഒന്നുമില്ല. ഇപ്പോൾ കെനിയ എന്ന് പറയുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മസായിമാരയിലെ കുറച്ച് മൃഗങ്ങൾ, അവരുടെ കൂടെ കൂട്ടം കൂടുന്ന കുറേ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള നിക്കറും ഒന്നും ഇടാത്ത കുറച്ച് ആൾക്കാരായിരിക്കാം. ബട്ട് കെനിയയിൽ തന്നെ ഇപ്പോൾ നെയ്റോബി പോയ വലിയ ബിസിനസ് ഹബ്ബാണ്. അപ്പം അതുപോലെ ചില രാജ്യങ്ങൾ മുൻധാരണ മാറ്റാറുണ്ട്. അതുപോലെ ഭക്ഷണം ഓരോ രാജ്യത്തും വ്യത്യസ്തമായ രുചികളാണ്. ഈ ഭക്ഷണത്തിൽ ഇതുപോലെ വളരെയധികം ക്രേസിങ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുള്ള സ്ഥലം? എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉസ്ബെക്കിസ്ഥാനിലെ പുലാവ്. ക്രേസി ആയിട്ടുള്ള അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഇപ്പം രാജ്യത്ത് പോയി അവിടുത്തെ ഭക്ഷണമൊക്കെ ട്രൈ ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യുന്ന ആള്. എനിക്കൊന്ന് ഹോങ്കോങ്ങിൽ പോയപ്പോൾ ഒരു പാമ്പിന്റെ ഒരു നൂഡിൽസ് കഴിച്ചായിരുന്നു ഹോങ്കോങ്ങിൽ. അപ്പോൾ അത് വലിയ വ്യത്യാസമായിട്ട് തോന്നിയില്ല. അങ്ങനെ പിന്നെ ഇതൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നു പെട്ടെന്ന്. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നാഗാലാൻഡിൽ പോയാൽ പട്ടി ഇറച്ചി കിട്ടുമല്ലോ. അപ്പം അതുപോലെ ധാരാളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഇത്രയും ട്രാവൽ ചെയ്യുന്നത് കാണുമ്പോൾ വീഡിയോസ് കാണുന്ന നമ്മളിപ്പോൾ ഉള്ള ആളുകൾ ചിന്തിക്കുന്നത് ഭാഗ്യവാൻ, ഇത്രയധികം ട്രാവൽ ചെയ്യാൻ പോകുന്നു, ലൈഫ് തന്നെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ശരിക്കും ഒരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം അത്ര അടിപൊളിയാണോ ആ ഒരു ലൈഫ്? അങ്ങനെയല്ല, ട്രാവൽ ചെയ്യുന്ന ലൈഫ് അടിപൊളിയാണ്. ബട്ട് എന്നിരുന്നാലും ആളുകൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഭാഗ്യവാൻ എന്ന് പറയാനായിട്ട് അവർ, കാരണം ഞാൻ കാണിക്കുന്നത് എൻ്റെ സോഷ്യൽ മീഡിയയിലെ ട്രാവലിംഗ് ലൈഫ് മാത്രമാണല്ലോ. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുന്നതുകൊണ്ടാവാം അവർക്ക് ഭാഗ്യവാൻ എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ നമ്മൾ കുറേ സ്ട്രഗിൾസ് അല്ലെങ്കിൽ കുറേ സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കാം ഈ ഒരു സ്റ്റേജിലോട്ട് വരുന്നത്.
അപ്പോൾ പൊതുവേ കാണുന്ന പോലെ ഭാഗ്യവാനെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ചില സമയത്ത് കുറേ വീഡിയോസ് ഒന്നും എടുക്കാറില്ല. കുറേ സ്ട്രഗിൾസ് ഉണ്ട്, കുറേ എഫേർട്സ് ഉണ്ട്. അപ്പോൾ ഒരു രീതിയിലും അധികം ഭാഗ്യവാൻ എന്ന് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഞാൻ നാട്ടിലൊക്കെ വരുമ്പോൾ ചിന്തിക്കാറുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഞാനും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ബട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നതിനോടൊപ്പം അവരുടെ പാഷൻ, ഇഷ്ടങ്ങൾ കൊണ്ടുപോകാൻ അവർക്ക് പറ്റാതാവുന്നുണ്ട്. ബട്ട് അതേസമയം ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ പാഷൻ കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഭാഗ്യവാൻ തന്നെയാണ്. ബട്ട് സ്റ്റിൽ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാത്തിലും ഉള്ളതുപോലെ ഉണ്ട്. മാഹിന്റെ കൂടെ തന്നെ ഒരു യാത്ര ചെയ്യണം, ഞങ്ങൾ വന്നോട്ടെ എന്ന ചോദ്യങ്ങൾ കുറെ കേൾക്കുന്നുണ്ടോ? മുമ്പ് കുറേ കേൾക്കുമായിരുന്നു. ഇപ്പൊ എനിക്കൊന്നും ഞാൻ അങ്ങനെ ആരെയും കൊണ്ടുപോകാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ അധികം ആളുകൾ ചോദിക്കാറില്ല. അത് പിന്നീട് ഇപ്പൊ പാഷൻ ആണെങ്കിലും കുറെ കഴിഞ്ഞാൽ അതൊരു ബിസിനസ് മാർഗമായിട്ട് ആളുകൾ എടുക്കാറുണ്ടല്ലോ ട്രാവൽ ചെയ്യുമ്പോൾ. അതിനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴും ചിന്തിക്കാറുണ്ട്. ബട്ട് അതിനോട്ടുള്ള ഒരു കറക്റ്റ് മോട്ടിവേഷൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടാറില്ല. അപ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്ന് ആലോചിക്കും. അപ്പോൾ പിന്നെ തുടങ്ങാൻ വേണ്ടി പോകുമ്പോൾ പിന്നെ വേർതിരിഞ്ഞ് ഏതെങ്കിലും വേറെ വഴിയിലോട്ട് പോകും. അപ്പം പൊതുവേ അങ്ങനെ സമയം കിട്ടാറില്ല. സമയം കിട്ടാത്തത് കൊണ്ടാണ് ഇതുവരെ ഒന്നും തുടങ്ങാൻ പറ്റാത്തത്. അതെ, അല്ലെങ്കിൽ തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും തുടങ്ങണമല്ലോ. കാരണം നമ്മൾ ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയയിലൊന്നും നമുക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് പിന്നെയും യാത്ര ചെയ്യണം, പിന്നെയും നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം തീർച്ചയായിട്ടും. ഇപ്പോൾ യൂട്യൂബ് റവന്യൂ വളരെ ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ആശ്രയിച്ച് ട്രാവൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ടെൻഷൻ ആവാറുണ്ടോ? ഇത് പോയി കഴിഞ്ഞാൽ എങ്ങനെ ട്രാവൽ? ആലോചിക്കുമ്പോൾ ടെൻഷൻ ആവാറുണ്ട്. ഞാൻ ആലോചിക്കാറില്ല. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ശരിക്കും യൂട്യൂബ് വരുമാനം കൊണ്ടാണോ ട്രാവൽ ചെയ്യണേ? അതെ, യൂട്യൂബ് വരുമാനം അതുകൊണ്ട് തന്നെയാണ്. അത് എപ്പോഴും ഒരു ടെൻഷൻ ആക്കാറുണ്ട്. അല്ല, ഇപ്പം സോഷ്യൽ മീഡിയയിൽ വിട്ട് മാറി നിൽക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. ഇപ്പം ഞാൻ ഇപ്പോൾ ലാസ്റ്റ് 20 ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. ഞാൻ ബ്രസീലിലായിരുന്നപ്പോഴേ അങ്ങനെ വീഡിയോസ് എടുക്കാറില്ലായിരുന്നു. പിന്നെ നാട്ടിൽ വന്ന് 10 ദിവസം കഴിഞ്ഞു, 10 ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഇന്നാണ് ഞാൻ കയറി നോക്കിയത്, വരുമാനമല്ല. അപ്പോൾ ഒന്ന് ടെൻഷനായി. നോക്കാതെ ഇരിക്കുമ്പോൾ പ്രശ്നമല്ലല്ലോ, നോക്കുമ്പോഴേ ഉള്ളൂ പ്രശ്നം. ഈ യാത്രകൾ ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മൾ എക്സ്പെൻസീവ് ആണെന്ന് ചിന്തിക്കും. പക്ഷെ നമ്മൾ ഓരോരുത്തരുടെ വീട്ടിൽ താമസിച്ച് അവിടുത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ അത്ര നമുക്ക് വേണമെങ്കിൽ ചുരുക്കാലോ. ശരിക്കും നമ്മളങ്ങനെ വീഡിയോ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത്. ശരിക്കും എക്സ്പെൻസീവ് ആണോ അതോ നമുക്ക് ചുരുക്കിയും ട്രാവൽ ചെയ്യാൻ പറ്റുമോ? ചുരുക്കി യാത്ര ചെയ്യാൻ പറ്റും. ബട്ട് നമ്മൾ അന്താരാഷ്ട്ര യാത്രകൾ ചെയ്യുമ്പം എന്തായാലും നമുക്ക് ഒരു മിനിമൽ എക്സ്പെൻസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം പണ്ട് ഉത്തരേന്ത്യയിലൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മാസം 800 രൂപയ്ക്കൊക്കെ യാത്ര ചെയ്തിട്ട് മാസം. അന്ന് അരി മാത്രം വാങ്ങും, കുറച്ച് മഞ്ഞപ്പൊടി ഇടും, പൊറിച്ചുണ്ടാക്കി കഴിക്കും. ബട്ട് അതുപോലെ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് പുറത്തുപോയി ചെയ്യാൻ പറ്റില്ല. കൂടിപ്പോയാൽ നേപ്പാൾ പോകാൻ കഴിയും, അല്ലെങ്കിൽ ഭൂട്ടാൻ പോകാൻ കഴിയും. ബാക്കിയുള്ള രാജ്യങ്ങളിൽ നമുക്ക് വിസ വേണം, വിസയ്ക്കുള്ള എക്സ്പെൻസ് ആവും, അല്ലെങ്കിൽ ചില രാജ്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ടാവാം. അപ്പം അതനുസരിച്ച് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എക്സ്പെൻസ്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എന്തായാലും ഒരു മിനിമൽ എക്സ്പെൻസ് ആവും. ബട്ട് സ്റ്റിൽ നിങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ യാത്ര ചെയ്യണം എന്നിരിക്കും. അത് വെച്ചായിരിക്കും നിങ്ങളുടെ എക്സ്പെൻസ് കുറയ്ക്കാൻ സാധിക്കുക. ഒരാൾക്ക് വേണമെങ്കിൽ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു രാജ്യത്ത് ഇറങ്ങിയിട്ട് തന്നെ മറ്റൊരു സ്ഥലത്തോട്ട് ബസ്സിൽ പോകാം, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോകാം, അല്ലെങ്കിൽ വേറെ കാർ മുഖേനയോ എങ്ങനെയാണോ പോകാം. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഒരു അറ്റ് ദ എൻഡ് കോസ്റ്റ് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു യാത്ര ആദ്യമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം മാഹിന്റെ വീഡിയോ തന്നെ കണ്ട് ഇൻസ്പയർ ആയിട്ട് യാത്രകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. സോ എവിടെ യാത്ര ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ആദ്യം പോകേണ്ട കാണേണ്ട സ്ഥലം ഏതായിരിക്കും? എനിക്ക് ഇന്ത്യയും നേപ്പാളും കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ. അതിൻ്റെ പ്രധാന കാരണം ഈസിയാണ്, അധികം വലിയ കൾച്ചറൽ ഷോക്ക് വരില്ല. ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾക്ക് അങ്ങനെ അധികം കൾച്ചറൽ ഷോക്ക് കിട്ടാറില്ല. ഇന്ത്യയിലോട്ട് വരുന്ന ആളുകൾക്കാണ് എപ്പോഴും ഒരു കൾച്ചറൽ ഷോക്ക് കിട്ടുന്നത്. ഇപ്പം ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുന്നു തായ്ലൻഡ് അല്ലെങ്കിൽ മലേഷ്യ. അഫ്കോഴ്സ് നമ്മൾ ഡിഫറെൻറ്റ് കൾച്ചർ ആയതുകൊണ്ട് ആ ഷോക്ക് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഇത്രയും സൗണ്ടും അല്ലെങ്കിൽ ഇത്രയും പൊല്യൂഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ തായ്ലൻഡിൽ പോകുമ്പോൾ നമുക്കൊരു പ്ലസൻറ്റ് അനുഭവമായിരിക്കാം. അല്ലെങ്കിൽ അത് മലേഷ്യ ആവട്ടെ, അല്ലെങ്കിൽ വിയറ്റ്നാം ആവട്ടെ. വിയറ്റ്നാം ചീപ്പായിട്ടുള്ള ഒരു രാജ്യമാണ്. ബട്ട് സ്റ്റിൽ അവിടുത്തെ എന്താ പറയുക, വൃത്തിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കങ്ങനെ ഒരു നെഗറ്റീവ് രീതിയിലോട്ട് യാത്ര തോന്നില്ല. എപ്പോഴും ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു യാത്ര ആയിരിക്കും. അത്ര ആ ഒരു നെഗറ്റീവ് കൾച്ചറൽ ഷോക്ക് നമുക്ക് കിട്ടില്ല. എനിക്കൊന്ന് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, കംബോഡിയ, ലാവോസ്, വിയറ്റ്നാം ഇങ്ങനെയുള്ള രാജ്യങ്ങൾ. പോയത് വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു യാത്ര രാജ്യം ഏതായിരിക്കും? രാജ്യം പോയതിൽ മംഗോളിയ വൺ ഓഫ് ദ എക്സ്പെൻസീവ് രാജ്യമാണ്. ബട്ട് ഓഫ്കോഴ്സ് യൂറോപ്യൻ രാജ്യങ്ങൾ എക്സ്പെൻസീവ് ആണ്. പിന്നെ യു എസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഏകദേശം എത്ര എമൗണ്ട് യാത്രയിൽ ചെലവഴിക്കുന്നത്? അത് ഒരു ഐഡിയ ഇല്ല. എനിക്ക് തോന്നുന്നു വിസയ്ക്ക് ഞാൻ കൂടുതൽ സ്പെൻഡ് ചെയ്ത നൈജീരിയയിലാണ്. ഏകദേശം 50,000 രൂപയോളം
സാധാരണ നോർമലി നമ്മൾ ഓൺലൈനിൽ ഗവൺമെന്റിന്റെ പോർട്ടലിൽ അടയ്ക്കേണ്ടത് തന്നെ ഏകദേശം ഒരു 24,000 റുപ്പീസ് എന്തോ ഉണ്ട്, $250 അടുപ്പിച്ചുണ്ട്. പിന്നെ നമ്മൾ $200 എന്തോ ബ്രൈബായിട്ട് കൊടുക്കേണ്ടി വന്നു. അതില്ലാതെ നമുക്ക് വിസ തരയില്ല അവർ. അപ്പോൾ എല്ലാം കൂടെ ഒരു 450, ഏകദേശം 40,000-ൽ കൂടുതൽ ആ വിസയ്ക്ക് മാത്രമായി. അപ്പം അല്ലാതെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈഫിൽ എനിക്കൊന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ, പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയാലും ഞാൻ പൊതുവെ അങ്ങനെ റെസ്റ്റോറൻറ്റിലൊന്നും ഭക്ഷണം കഴിക്കാറില്ല. സൂപ്പർ മാർക്കറ്റ്, യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ പോയാൽ ഏറ്റവും ബെസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ വല്ല ആപ്പിൾ ഇവിടത്തെയും കാട്ടി ചീപ്പായിട്ട് കിട്ടും, ഇന്ത്യനെ കാട്ടി സൂപ്പർ മാർക്കറ്റിൽ ചീപ്പായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ബ്രെഡോ എന്തെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയാലേ ഈ പ്രശ്നം വരുന്നുള്ളൂ. എമ ജർമ്മനിയുടെ ഒരു പില്ലോ സ്നേഹസമ്മാനമായിട്ട് തരാൻ ആഗ്രഹിക്കുന്നു. നന്നായിട്ട് കിടന്നുറങ്ങിക്കുള്ള ക്ഷീണം യാത്രയിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ വീട്ടിൽ എന്തായാലും കൊണ്ടുപോകും കേട്ടോ. മതി. താങ്ക് യു അമ്മ.